നല്ല വിശപ്പ്. ഹലോ, നമുക്കിന്ന് അറബിക് മദ്ഹൂത്തായാലോ? നല്ലൊരു കൊതിക്കുന്നൊരു മണവും അതിലേറെ സ്വാദിഷ്ടവുമായ ഈ അറബിക് മദ്ഹൂത്ത് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറബിക് റൈസാണ് ഈ മദ്ഹൂത്ത്. ബിരിയാണിയെ പോലെ അധികം നെയ്യോ ഓയിലോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവറും ഇതിൻ്റെ ടേസ്റ്റും ഭയങ്കര എനിക്ക്. ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഈ മസാല കൂട്ടാണ്. കുറച്ച് കുരുമുളക്, പിന്നെ പച്ചമല്ലി, ജീരകം, പെരുംജീരകം, അതുപോലെ തക്കോലം, പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ നമുക്ക് പാനിലിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ചൂടാക്കിയ ഈ മസാലക്കൂട്ടിനെ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ പൊടിച്ച മസാലക്കൂട്ടിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ നമുക്കിനി ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ മസാലക്കൂട്ട് ആവശ്യത്തിനനുസരിച്ച് 2 ടേബിൾ സ്പൂൺ മസാല ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ളുപ്പ്, അതുപോലെ ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന്, അതുപോലെ തന്നെ കുറച്ച് നാരങ്ങാ നീരൂടെ ചേർത്തിട്ട് നല്ലപോലെ കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ ചിക്കനിൽ ഈ മസാലക്കൂട്ടൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പിടിച്ചു വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, അതുപോലെ പട്ട, ഗ്രാമ്പ്, ഏലക്ക, പച്ചമുളക്, 2-3 പച്ചമുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഇത്രയും നമുക്ക് ഇതിനാവശ്യമാണ്. അപ്പോൾ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഈ സവാളയും ക്യാപ്സിക്കവും വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും ഇതെല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ടൊമാറ്റോ അടിച്ചതുകൂടെ ചേർത്ത് പിന്നെ മാഗി ക്യൂബ്സ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. എനിക്കിപ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നി. കാരണം ബിരിയാണിക്ക് കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ മദ്ഹൂത്ത് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിനി കുറച്ച് മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു തക്കാളി നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി മിക്സിയിൽ അടിച്ചൊന്ന് പേസ്റ്റാക്കിയത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ചിക്കൻ ഒന്ന് സ്ലോ കുക്കാകുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് റൈസ് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്താം. അപ്പോൾ നമുക്ക് ഏകദേശം ചിക്കനൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാകും. നമുക്കിപ്പോൾ ഓരോ പീസൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്തിട്ട് വയ്ക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അത് ബിരിയാണി ആയാലും നമ്മൾ ഫ്രൈ ചെയ്ത് ബിരിയാണി വയ്ക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഇതാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെ നമുക്ക് അരി വേകുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ചിക്കൻ ഓരോ പീസായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി അടച്ചു വെച്ച് ചെറിയ മീഡിയം ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ചിട്ട് നമ്മുടെ ഈ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ഈ റൈസിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ട് നമുക്ക് ബിരിയാണിയെക്കാട്ടി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ പേജ് ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.